പത്തനംതിട്ട കോഴഞ്ചേരിയിൽ കാർ നിയന്ത്രണം വിട്ട അപകടം. പാർക്ക് ചെയ്ത കാർ റോഡിലേക്ക് ഇറക്കാൻ ശ്രമിക്കുമ്പോൾ നിയന്ത്രണം വിടുകയായിരുന്നു. 86-കാരനാണ് വാഹനം ഓടിച്ചത്. കാർ ആദ്യം മുന്നോട്ട് നീങ്ങി ഇടിച്ചു നിൽക്കുകയായിരുന്നു. പുറകോട്ടെടുത്തപ്പോൾ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് കാർ ഇറങ്ങി. പക്ഷെ തലനാരിഴയ്ക്ക് അപകടം ഒഴിവായി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനുടെ വിവരങ്ങളുമായി. പ്രവീൺ, അപകടം ഒഴിവാക്കുകയായിരുന്നു, പിന്നാലെ ഒരു വാഹനം വന്നിരുന്ന വാഹനം നിന്നുകൊണ്ട് അപകടം ഒഴിവായി. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? എങ്ങനെയാണ് സംഭവിച്ചത്? സ്മൃതി, 27-ാം തീയതിയാണ് ഈ അപകടം നടന്നത്. പത്തനംതിട്ട കോഴഞ്ചേരി നഗരത്തിലാണ് ഈ ദൃശ്യത്തിൽ കാണുന്ന അപകടം സംഭവിച്ചത്. അവിടെ 86 വയസ്സുള്ള ആൾ ആ ബേക്കറിയിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയതാണ്. സാധനങ്ങൾ വാങ്ങാൻ എത്തി അതിനുശേഷം തിരികെ ഇറങ്ങി കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ പുറകോട്ടെടുക്കാൻ ശ്രമിക്കവേ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ആദ്യം നിയന്ത്രണം വിട്ട് ആ ബേക്കറിയുടെ ഗ്ലാസ് ചില്ലിലേക്കാണ് ഈ കാർ ഇടിച്ചത്. ആ ബേക്കറിയുടെ സ്റ്റെപ്പിന് മുകളിലേക്ക് കാറിൻ്റെ 2 ടയറുകളും കയറി നിന്നു. അതിനുശേഷം റിവേഴ്സ് ഗിയർ ഇട്ട് പുറകോട്ട് ഈ കാർ എടുക്കുകയും അത് നേരെ പ്രധാനപ്പെട്ട പാതയിലേക്ക് ഇറങ്ങി ശേഷം ഈ ബേക്കറിയുടെ കോമ്പൗണ്ടിലേക്ക് തന്നെ ഇടിച്ച് കയറുകയായിരുന്നു. റിവേഴ്സിൽ ഇടിച്ച് കയറുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും. ആ കാർ റോഡിലേക്ക് ഇറങ്ങുന്നതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ഒരു ഇരുചക്ര വാഹനം ആ വഴി പോകുന്നുണ്ട്. അതിനുശേഷം ഈ കാർ പുറകോട്ടിറങ്ങുന്ന സമയം ആ ഭാഗത്തു കൂടി വന്ന മറ്റൊരു വാഹനം ഇത് കണ്ട് പെട്ടെന്ന് ഡ്രൈവർ ചവിട്ടി നിർത്തുകയായിരുന്നു. എന്തോ നിയന്ത്രണം വിട്ടാണ് വരുന്നതെന്ന് ആ ഡ്രൈവർക്ക് തോന്നിക്കാണും. അതുകൊണ്ട് അവിടെ ആ വാഹനം നിർത്തി. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഏതായാലും ആ ബേക്കറിക്കും നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ കാർ മുന്നോട്ട് എടുത്തപ്പോൾ ഇടിച്ച ആ സ്ഥലം എന്നുള്ളത് ഡോർ ഗ്ലാസ് സ്ഥാപിച്ചിരിക്കുന്ന ഡോറാണ്. ഗ്ലാസ് പൂർണ്ണമായും പൊട്ടിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നഷ്ടവും അവിടെ ഉണ്ടായിട്ടുണ്ട്. സ്മൃതി, ശരി. പത്തനംതിട്ടയിലുണ്ടായ അപകടത്തിന്റെ വിശദാംശങ്ങളാണ് പ്രവീൺ നൽകിയത്.